നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിൻ്റെ ബിസിനസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് സൽജൻ്റെ ലോട്ടറി കടയാണ്. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന നിരവധി കസ്റ്റമേഴ്സാണ് സാജൻ്റെ കടയുടെ പ്രത്യേകത. അങ്ങനെ ഭാഗ്യശാലിയായ ഒരു വീട്ടമ്മയ്ക്ക് ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപയും ഭാഗ്യദേവത കനിഞ്ഞ് അനുഗ്രഹപൂജിതമായ കടയും കൂടിയാണെന്നുള്ള പ്രത്യേകതയുണ്ട്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ അലയുമ്പോൾ നിരവധി ജനങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിന് ജനങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിലേറ്റിയ ഭാഗ്യദേവത കടയാണിത്. രാവിലെ കൃത്യമായി കട തുറക്കുമ്പോൾ തന്നെ നിരവധി ഫോൺ കോളുകളാണ് സാജനെ തേടിയെത്തുന്നത്. അകലെ നിന്നുവരെ നിരവധി കസ്റ്റമറാണ് രാവിലെ തന്നെ സാജന്റെ കട തേടിയെത്തുന്നത്. കൂടി ലോട്ടറി വിൽപ്പന എത്രയേറെ മഹത്വം എന്ന് സമൂഹത്തിനും പകർന്നു നൽകിയ സൽജനാണ് നമ്മളോടൊപ്പം. ഒന്നുകൂടി പറയുക, ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ലോട്ടറി വിൽപ്പന എത്രയേറെ ജനങ്ങൾക്ക് ഈ സമയത്ത് ആശ്രയമാണ്. അത് ഒക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഈ കട. തൊടുപുഴയിൽ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു നിമിത്തം, ദൈവത്തിന്റെ ഒരു അറിയിപ്പ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് തൊടുപുഴ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് തൊടുപുഴ ആരാണ്, ബന്ധുവുണ്ടോ, വൈഫിന്റെ ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തൊടുപുഴ അകപ്പ് അറിയാവുന്നത് തൊടുപുഴയുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജോസഫ് സുൽത്താനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ പേരെ എനിക്ക് അറിയത്തുള്ളൂ. ഇതെല്ലാം ദൈവം നിശ്ചയം. ലോട്ടറി ബിസിനസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? ഉണ്ട്. എനിക്ക് ആലപ്പുഴ ഒരു ഹൗസ് ബോട്ട് സർവീസ് ഉണ്ട്. സർവീസ് എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സർവീസാണ് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു 40 പേരുടെ ഒരു ഗ്രൂപ്പ് പോയി. അവർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഹൃദയത്തിൽ ഭയങ്കര ഇഷ്ടമായി. ആ 40 പേരും സൽജ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ 40 പേരും 1-2 പേർക്കെങ്കിലും മിക്കവാറും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ 40 പേരും ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ അസോസിയേഷൻകാർ പോയിട്ടുണ്ട്. അങ്ങനെ പല തൊടുപുഴയിൽ നിന്നുള്ള എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ എത്ര 10 പേരായാലും 20 പേരായാലും ഒരു ന്യായമായ ചാർജ് കൂടുതൽ ഞാൻ ലാഭം എടുക്കാറില്ല. 2, അവർക്ക് നല്ല സർവീസ് കൊടുത്ത് അവര് പൈസ കൊടുത്തു പോകുന്നു, അവരെ ഹാപ്പി ആയിട്ട് വരണം. അതിന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനിയാണേലും ഞാൻ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് ഞാൻ പോകുന്നത്. എത്ര കാലമായിട്ടാണ് നിങ്ങൾ ലോട്ടറി വിൽപ്പന തുടങ്ങുന്നത്? ശരിക്കും പറഞ്ഞാൽ 5 വർഷമേ ആയുള്ളൂ ഞാൻ ഈ തൊടുപുഴ വന്നിട്ടും ഈ ബിസിനസ് തുടങ്ങിയിട്ടും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു ലോട്ടറി എടുക്കാത്ത ആളായിരുന്നു. അത്ര ഒരു പരിചയമുള്ളൂ എനിക്ക് ഈ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട. പക്ഷെ പിന്നെ ചെറിയ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 25 ടിക്കറ്റിലാണ് ഞാൻ തുടങ്ങിയത്. അതിന് പിന്നെ ചെറുതായിട്ട് വന്ന് പിന്നെ ഒരു വണ്ടി എടുത്തു, ചെറിയ കച്ചവടം ചെയ്തു, 1000 ആയി, 1500 ആയി, അങ്ങനെ പിന്നെ കടകള്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ കട ഇപ്പൊ KSRTC തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള കടയെ ഇമ്പ്രൂവ് ചെയ്തു. ടോട്ടൽ ഇതിന്റെ പരിചയം എന്ന് പറയുന്നത് 5 വർഷം. നിങ്ങൾ ഇത്രയും പ്രൗഢഗംഭീരമായ രീതിയിലും പിന്നെ ഇത്രയും സത്യസന്ധമായ രീതിയിൽ ഈ വിൽപ്പന ലോട്ടറിയെ സ്നേഹിക്കുകയും വിൽപ്പനയെ സ്നേഹിക്കുകയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണവുമുണ്ട്. അതിനൊരു ചെറിയ ചരിത്രമുണ്ട്. എനിക്കൊരു 1ാം സമ്മാനം 75 ലക്ഷം രൂപ ശ്രീശക്തിയുടെ സമ്മാനമുണ്ട്. ആ സമ്മാനം അടിച്ച സമ്മാന അർഹയ്ക്ക് ഞാനത് കൊടുത്തതാണ് ഒരു വ്യത്യസ്തമായ. ഭാഗ്യദേവത പ്രത്യക്ഷപ്പെട്ട ഈ സുദിനം ലോട്ടറി വിൽപ്പനയെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി. യാതൊരുവിധ പരിചയമില്ലായിരുന്നു. ഇതിന്റെ തൊട്ടങ്ങാപ്പുറത്ത് ഒരു DDRC എന്ന് പറയുന്ന ലാബുണ്ട്. അവിടെ വന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു. ടിക്കറ്റ് വല്ലപ്പോഴും ഇങ്ങനെ ഫോണിൽ വിളിച്ച് എന്നോട് പറയും കുറച്ച് ടിക്കറ്റ് എടുത്ത് വെച്ചേക്കണമെന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്നോട് കൃത്യമായ ഒരു ദിവസമൊന്നും പറയാറില്ല, ടിക്കറ്റ് എടുത്ത് വെക്കണമെന്നൊന്നും പറയാറില്ല. എന്തായാലും ആ ലോട്ടറി അടിച്ച് വന്ന് ശ്രീശക്തി എന്ന് പറഞ്ഞല്ലോ 75 ലക്ഷം രൂപ ഞാൻ ആ ടീച്ചറുടെ പേരെഴുതി ഒരു ലോട്ടറി ഒരു സെറ്റ് എടുത്ത് ഇവിടെ വെച്ചു. ടീച്ചർ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല അങ്ങനെ ഒരു ടിക്കറ്റ്. കാരണം അവരെ സ്കൂളിലെ ഞാനൊരു സെറ്റ് എടുത്ത് വെച്ചു. ആ ടീച്ചറുടെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചു. പക്ഷെ അതിനാണ് 1ാം സമ്മാനം ദേവാനുഗ്രഹത്താൽ അടിച്ചത്. അപ്പൊ ടീച്ചറെ എന്താന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് വെച്ചത് പറഞ്ഞില്ല, നമ്പരും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ആ എഴുതിയതിന്റെ പേരിൽ നമ്മൾ ആ ഒരു മനസാക്ഷി, ഒരു സത്യസന്ധതയോട് ചോദിച്ച് ഞാൻ ആ ടീച്ചറെ 3:30 വിളിച്ചപ്പോ ടീച്ചർ ഞാൻ ടിക്കറ്റ് എടുത്തോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ കൊടുത്തു, ഇവിടെ വന്നു, അത് മേടിച്ചു. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ ദൈവം ഒരു അവസരം തന്നെന്നുള്ള ഞാൻ ആ അവസരത്തെ കാണുന്നു. അപ്പൊ അല്ലാതെ വേറെ ഒന്നുമല്ല, അവരൊക്കെ അർഹതപ്പെട്ടാണ് ഞാനൊരു വലിയ സംഭവം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു എന്നുള്ള നന്ദി. ഏത് തൊഴിലിനും
അതിൻ്റെതായ മഹത്വം അതിൻ്റെ സത്യസന്ധതയാണ്. പിന്നെ ആ തൊഴിലിൻ്റെ സ്നേഹം നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോഴും ആ കടയിൽ ചെല്ലുമ്പോഴും വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അത് കാണുമ്പം തന്നെ അറിയാം. നല്ല രാവിലെ തന്നെ കട തുറന്ന് വളരെ ഐശ്വര്യത്തോടുകൂടി ദൈവ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വളരെ വൃത്തിയായ രീതി, നല്ല നീറ്റ്, നല്ലൊരു രാഷ്ട്രീയ MLA ഒരു ലുക്കിലൊക്കെയാണ്, നല്ല ഡ്രസ്സൊക്കെയാണ്, അല്ലേ, വ്യത്യസ്തത. അതെന്താ ഇങ്ങനെയൊരു ബിസിനസ്സിൽ കൂടെ ജീവിതത്തിൽ പരാജയങ്ങൾ കണ്ടറിഞ്ഞ് ലോട്ടറി ബിസിനസ്സിൽ കൂടി നാട് സൃഷ്ടിക്കുന്ന വ്യക്തിത്വം. ഈ മോശം ബിസിനസ് അല്ല, എനിക്ക് സ്വന്തമായിട്ട് 25-ാമത്തെ വയസ്സിൽ ഞാനൊരു ഫാക്ടറി, സ്റ്റീൽ ഫർണിച്ചറിന്റെ ഒരു ഫാക്ടറി നടത്തിയിട്ട് ഒരാളാണ്. 10-25 സ്റ്റാഫോട് കൂടി സ്വന്തമായിട്ട്. ഇന്നത്തെ കാലത്ത് വലിയൊരു ബിസിനസ് ആയിരുന്നത്. ഒരു 3-4 അലമാരി ഡെയിലി ഇറക്കുന്ന ഒരു നല്ല ബിസിനസ് ആയിരുന്നു. ആ ഒരു രീതിയിൽ സമയദോഷവും എല്ലാ കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഒന്നും മതിയാകത്തില്ല. ആ ബിസിനസ് ഞാൻ പരാജയപ്പെട്ടു. എങ്കിലും നമ്മൾ ആ ഒരു ബിസിനസ്സിനുള്ള ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ലോട്ടറിയിൽ വന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ആ ലോട്ടറി 1ാം സമ്മാനം അടിച്ചതിന് ശേഷം എന്നോട് എല്ലാവരും വിളിച്ച്, മന്ത്രിമാര് MP-മാര്, അങ്ങനെയുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും നമുക്കൊരു മോട്ടിവേഷൻ തരുന്നുണ്ട്. ഇത്ര നല്ല കാര്യം ചെയ്തതിൽ നമുക്ക്. അപ്പം നമുക്ക് ഇപ്പോഴും 1.5 വർഷമായി സംഭവം നടന്നെങ്കിൽ ഇപ്പോഴും തൊടുപുഴയെന്നല്ല എവിടെ ചെന്നാലും നമുക്ക് ആളുകൾ തരുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അത് മന്ത്രിയാണേലും MLA-മാരാണേലും സാധാരണപ്പെട്ട ജനങ്ങളാണേലും സൽജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വലിയ ദൈവാനുഗ്രഹം, ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നു. മനസ്സിലാക്കണം. നമ്മൾ പൊതു മേഖലാ സ്ഥലങ്ങളിലും മറ്റും സത്യത്തിന് എന്തോരും അതിൻ്റെ തൊഴിൽ ചെയ്യുമ്പോൾ വിലയുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പരാജയങ്ങളുണ്ടാവും. പരാജയങ്ങളെല്ലാം സത്യമാണെങ്കിൽ അത് ദൈവം നല്ല വഴിക്ക് കൊണ്ടുതരും എന്നുള്ള യാഥാർത്ഥ്യമാണ് സൽജന്റെ ലോട്ടറി കട തൊടുപുഴയിൽ. താങ്ക് യു. നാട്ടുരാജ്യ ന്യൂസിന്റെ ബിസിനസ് ന്യൂസ് റിപ്പോർട്ടിംഗ് ക്യാമറ KK വിജയൻ തൊടുപുഴയിൽ നിന്നും.